നമസ്കാരം. സ്മാർട്ട് വർക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കേണ്ടി പോകുന്നത് നമ്മളുടെ LD ക്ലർക്ക് പരീക്ഷയുടെ പ്രിലിംസിന് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട് അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന സെക്ഷനിലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സെക്ഷനാണ് നമ്മളിന്ന് പഠിക്കേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഗവർണർമാർ. നമുക്ക് ഏകദേശം 1757 മുതൽ 1773 വരെ ബംഗാളിൽ ഗവർണർമാരാണ് ഭരിച്ചിരുന്നത്. നമുക്ക് ബംഗാളിലെ ഗവർണർമാരെ കുറിച്ച് PSC ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റോബർട്ട് ക്ലൈവിനെ കുറിച്ചാണ്. റോബർട്ട് ക്ലൈവിനെ കുറിച്ച് PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് PSC ചോദിച്ചിരിക്കുന്ന ചോദ്യം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്. ആരാണെന്നറിയാമോ? അത് റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. അതുപോലെ ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തി ഗവർണർ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും റോബർട്ട് ക്ലൈവ് പ്രഭുവാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ റോബർട്ട് ക്ലൈവ് പ്രഭു എങ്ങനെ മരിച്ചെന്നറിയാമോ? അദ്ദേഹത്തിനെതിരെ അപവാദ പ്രചരണം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് മനം നൊന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കേട്ടോ. PSC ചോദിച്ചിട്ടുണ്ട്. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആയിട്ട് അറിയപ്പെടുന്ന ആരെന്നറിയാമോ? റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കുന്നതും ആരെയാണെന്നറിയാമോ? റോബർട്ട് ക്ലൈവിനെയാണ് കേട്ടോ. അത് റോബർട്ട് ക്ലൈവിന്റെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. PSC ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആരാന്നറിയാമോ? റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ റോബർട്ട് ക്ലൈവിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് നമ്മൾ പഠിച്ച് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓർത്തു നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് എന്താണ് ചോദിച്ചത്? ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്. ആരാണത്? റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ. അതുപോലെ ബംഗാളിൽ അദ്ദേഹം എങ്ങനത്തെ കൂടെയുള്ള ഭരണമാണ് ആരംഭിച്ചത്? ദ്വിഭരണമാണ് അല്ലേ. ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചതും ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. പിന്നെ അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ്? അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ചെയ്തത് അല്ലെ. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. അതുപോലെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അതുകൊണ്ടാണ് റോബർട്ട് ക്ലൈവിനെ എന്തെന്ന് വിളിച്ചത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിച്ചത് കേട്ടോ. അതുപോലെ എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഇന്ത്യ മുഴുവൻ കീഴടക്കി തരാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഗവർണറുടെ പേരെന്താണെന്നറിയുമോ? വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. വാറൻ ഹാസ്റ്റിങ്സ് ആണ് ബംഗാളിലെ അവസാനത്തെ ഗവർണറായിട്ട് അറിയപ്പെടുന്നത്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ് അല്ലെ. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. അതുപോലെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്നറിയാമോ? അത് വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. വാറൻ ഹാസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത് ഏത് നിയമപ്രകാരമാണെന്നറിയാമോ? 1773 റെഗുലേറ്റിംഗ് നിയമപ്രകാരമാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. വാറൻ ഹാസ്റ്റിങ്സ് ബംഗാളിലെ അവസാനത്തെ ഗവർണർ ആയിരുന്നു. അദ്ദേഹം അവസാനത്തെ ഗവർണർ ആയിരുന്ന സമയത്താണ് 1773 റെഗുലേറ്റിംഗ് നിയമം പാസ്സാക്കിയത്. ഈ നിയമപ്രകാരം വാറൻ ഹാസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ആരായി മാറി? ഗവർണർ ജനറൽ ആയിട്ട് മാറി കേട്ടോ. അപ്പൊ ഓർത്തു വെച്ചോണേ, ബംഗാളിലെ അവസാനത്തെ ഗവർണർ ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ്. അതുപോലെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? അത് വാറൻ ഹാസ്റ്റിങ്സ് ആണ് അല്ലെ. വാറൻ ഹാസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണറിൽ നിന്നും ബംഗാളിലെ ഗവർണർ ജനറലായിട്ട് ഉയർത്താൻ കാരണമായിട്ടുള്ള നിയമം ഏതാണ്? 1773 റെഗുലേറ്റിംഗ് നിയമമാണ് കേട്ടോ. അതുപോലെ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ആരെന്നറിയാമോ? വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. കൽക്കട്ടയിൽ 1774 സുപ്രീം കോടതി ആരംഭിച്ചത് ആരെന്നറിയാമോ? വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. കൽക്കട്ടയിൽ സുപ്രീം കോടതി ആരംഭിച്ച വർഷം 1774 ആണ് കേട്ടോ. അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്നറിയാമോ? വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. ഓർത്തു വെച്ചോനെ, ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നു ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് അല്ലെ. ആ റോബർട്ട് ക്ലൈവ് ആരംഭിച്ച ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി ആരാന്നറിയാമോ? വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. അതുപോലെ ബംഗാളിൽ ക്വിൻക്വിനൈൻ നികുതി സമ്പ്രദായം ആരംഭിച്ച ഗവർണർ ആരാന്നറിയാമോ?
അതും വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. ഓർത്തു വെച്ചാണ്. ബംഗാളിൽ ക്വിൻക്വിനൈൻ നികുതി സമ്പ്രദായം ആരംഭിച്ചത് ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. അതുപോലെ ചാൾസ് വിൽക്കിൻസ് ആണ് നമ്മുടെ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ഈ ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഭഗവത്ഗീതയുടെ ആമുഖം എഴുതിയത് ആരെന്നറിയാമോ? അതും വാറൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ. അത് നമ്മൾ കണ്ടായിരുന്നു 1774 കൽക്കട്ടയിൽ സുപ്രീം കോടതി വന്നതെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ഈ സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്നറിയാവോ? ജസ്റ്റിസ് എലീജ എംബെ ആണ് കേട്ടോ. അതുപോലെ ഈ വാറൻ ഹാസ്റ്റിങ്ങിന്റെ കാലഘട്ടത്തിലാണ് പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കിയത് കേട്ടോ. പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കിയ വർഷം 1784 കേട്ടോ. അപ്പോൾ ഓർത്തു വെച്ചോണേ, പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കിയ വർഷം 1784 കേട്ടോ. അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ്സിന്റെ കാലത്താണ് കമ്പനി ഭരണത്തിന്റെ മേൽ ബ്രിട്ടീഷിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് കൊണ്ടുവന്നത്. ഈ നിയമത്തിന്റെ പേരാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. അതുപോലെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ച വർഷം 1784 കേട്ടോ. ഓർത്തു വെച്ചോണേ, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ച വർഷം 1784. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. നമ്മളിത് പഠിച്ചത് ബംഗാളിലെ ഗവർണർമാരെ കുറിച്ചായിരുന്നു അല്ലെ. നമ്മൾ കണ്ടായിരുന്നു ബംഗാളിലെ ആദ്യത്തെ ഗവർണറുടെ പേരെന്താണ്? റോബർട്ട് ക്ലൈവ് ആണ് അല്ലെ. അദ്ദേഹമായിരുന്നു ബംഗാളിലെ ദ്വീപ് ഭരണം ഏർപ്പെടുത്തിയത് അല്ലെ. റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിൽ ദ്വീപ് ഭരണം ഏർപ്പെടുത്തിയത് അല്ലെ. അത് നമ്മൾ കണ്ടു. അദ്ദേഹം അപവാദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമായിരുന്നു നമ്മൾ കണ്ടു അല്ലെ. അത് നമ്മൾ കണ്ടല്ലോ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന ആരാണ്? അതും നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ് അല്ലെ. അതുകൊണ്ടാണ് റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിച്ചത് അല്ലെ. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അല്ലെ, എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഇന്ത്യ മുഴുവൻ കീഴടക്കി തരാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് വാറൻ ഹാസ്റ്റിങ്ങിനെ കുറിച്ചാണ് അല്ലെ. ബംഗാളിലെ അവസാനത്തെ ഗവർണറായിരുന്നു വാറൻ ഹാസ്റ്റിങ്സ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നു ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു അല്ലെ. അത് നമ്മൾ കണ്ടായിരുന്നു. വാറൻ ഹാസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആകാൻ കാരണമായിട്ടുള്ള നിയമം ഏതായിരുന്നു? 1773 റെഗുലേറ്ററി നിയമമായിരുന്നു അല്ലെ. അത് നമ്മൾ കണ്ടായിരുന്നു. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ് അല്ലെ. അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? അതും വാറൻ ഹാസ്റ്റിങ്സ് ആണ് അല്ലെ. അതുപോലെ ബംഗാളിലെ ദ്വീപ് ഭരണം നിർത്തലാക്കിയ ഗവർണർ ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ് ആണ് അല്ലെ. അതുപോലെ വാറൻ ഹാസ്റ്റിങ്ങിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു ഭൂനികുതി സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്തായിരുന്നു? ക്വിൻക്വിനൈൻ നികുതി സമ്പ്രദായമായിരുന്നു അല്ലെ. അതിൽ നമ്മൾ കണ്ടായിരുന്നു ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആരാണ്? ചാൾസ് വിൽക്കിൻസ് ആണ് അല്ലെ. ആ ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഭഗവത്ഗീതയുടെ ആമുഖം എഴുതിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? അത് വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു അല്ലെ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നു കൽക്കത്ത സുപ്രീം കോടതി വന്ന വർഷം 1774 നമ്മൾ കണ്ടായിരുന്നു അല്ലെ. കൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് എലീജ എംബേൽ ആയിരുന്നു അല്ലെ. അതിൽ നമ്മൾ കണ്ടത് പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വർഷം 1784 അല്ലെ. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ്സിന്റെ കാലത്ത് കമ്പനി ഭരണത്തിന് മേൽ ബ്രിട്ടന്റെ നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയ നിയമത്തിന്റെ പേരായിരുന്നു പിറ്റ്സ് ഇന്ത്യ നിയമം നമ്മൾ കണ്ടു അല്ലെ. അതിൽ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച വർഷം 1784 അല്ലെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. ഈ വീഡിയോ 2 or 3 പ്രാവശ്യം നിങ്ങൾ കേട്ടതിന് ശേഷം നോട്ട് കൃത്യമായിട്ട് എല്ലാവരും എഴുതിയിട്ടത് പഠിച്ചുകൊള്ളുക. പ്രീവിയസ് ഇയർ PSC ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ വേദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോകളും അതുപോലെ 1 ലക്ഷത്തോളം ചോദ്യോത്തരങ്ങളും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.